വാർത്താരംഭം ആരംഭിക്കുകയാണ്. അർജുനായുള്ള തിരച്ചിൽ ഷിരൂർ പുഴയിൽ വീണ്ടും ആരംഭിച്ചുവെന്നാണ് ഏറ്റവും പ്രധാന വിവരം. ഒപ്പം മലയാളത്തിന്റെ അമ്മ നടി കവിയൂർ പൊന്നമ്മയ്ക്ക് സിനിമാ ലോകം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ADGP വിഷയമടക്കം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി. വാർത്താസമ്മേളനം രാവിലെ 11 മണിക്ക്. PV അൻവർ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. മലയാളത്തിന്റെ പ്രിയനടി കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി. രാവിലെ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് ആലുവയിൽ. ഷിരൂരിൽ ദൗത്യം തുടങ്ങി. ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിലിന് മാൽപ്പയും ഇറങ്ങി. അർജുന്റെ കുടുംബം ഷിരൂരിൽ. ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി ഇന്ന് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞ വൈകിട്ട് രാജ്ഭവനിൽ. അതിഷിക്കൊപ്പം 5 മന്ത്രിമാരും ചുമതലയേൽക്കും. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം. ഹിസ്ബുല്ല കമാൻഡർ അടക്കം 8 പേർ കൊല്ലപ്പെട്ടു. 60ഓളം പേർക്ക് പരിക്ക്. നാലാമത് ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ന് അമേരിക്കയിലെ ഡെലവയറിൽ തുടക്കം. കൂടിക്കാഴ്ചകൾക്കൊരുങ്ങി നരേന്ദ്രമോദി. ശ്രീലങ്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഇന്ന്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങി. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ലോഹഭാഗങ്ങളും കയറും കണ്ടെത്തിയ സ്ഥലത്താണ് തെരച്ചിൽ. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയും തെരച്ചിലിന് ഇറങ്ങി എന്നാണ് വിവരം. ദൃശ്യങ്ങളിൽ കാണുന്നത് ഈശ്വർ മൽപ്പെ തെരച്ചിലിന് ഇറങ്ങുന്നതിൻ്റെതാണ്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന കൂടിയുണ്ട്. മൽപ്പയുടെ വാക്കുകളിലേക്ക്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, 10 മണിക്കൂർ എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. വൈകിട്ട് 6 മണി വരെയെങ്കിലും തിരച്ചിലുണ്ടാകും. രാത്രി വൈകി ഉണ്ടാവില്ല. എങ്ങനെയാണ് അതിൻ്റെ രീതികൾ? എങ്ങനെയാണ്? തീർച്ചയായും രഞ്ജിത്തെ, അല്പസമയം മുമ്പാണ് തിരച്ചിൽ ആരംഭിച്ചത്. വൈകിട്ട് 6 മണിവരെ നീണ്ടു നിൽക്കും ഈ തിരച്ചിൽ. എന്തായാലും ഇന്നലെ കയറും അതുപോലെ തന്നെ ലോറിയുടെ ലോഹഭാഗങ്ങളും കണ്ടെത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും തെരച്ചിൽ നടത്തുന്നത്. വലിയ പ്രതീക്ഷയാണ്. അതുമാത്രമല്ല, ഇന്ന് ഈ തിരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം പറയാൻ. അത്രത്തോളം പ്രതീക്ഷയാണ് ദൗത്യ സംഘത്തിനും ഒപ്പം ഈ കുടുംബവും പങ്കുവെക്കുന്നത്. എന്തായാലും അർജുന്റെ സഹോദരി അഞ്ജു ശിരൂരിലെത്തിയിട്ടുണ്ട്. അവർ പ്രധാനമായും പറഞ്ഞത് അർജുൻ അവസാനമായി ചെലവഴിച്ച ആ മണ്ണിലേക്ക് വരണമെന്ന് നേരത്തെ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് താൻ ഇവിടെ എത്തിയെന്നാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഗംഗാവലി പുഴയിൽ ഈ അർജുൻ കാണാമറയത്ത ആ സ്ഥലത്തേക്ക് അഞ്ജു എത്തും. വളരെ വൈകാരികമായ ഒരു രംഗം തന്നെയായിരുന്നു അഞ്ജുവിന്റെ ആ വാക്കുകളും മറ്റും. എന്തായാലും ഇപ്പോൾ വലിയ പ്രതീക്ഷയോടാണ് ഈ തെരച്ചിൽ ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ അരമണിക്കൂർ മാത്രം തെരച്ചിൽ നടത്തിയപ്പോൾ തന്നെ ലോറിയുടെ ഇത്തരത്തിലുള്ള 2 വസ്തുക്കൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ സ്ഥലത്ത് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് അവിടെ നിന്നുള്ള മണ്ണ്, അതിനൊപ്പമുള്ള വെസൽ ബോട്ടുണ്ട്. ആ വെസൽ ബോട്ടിലേക്ക് മാറ്റുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഈശ്വർ മൽപ്പ, അദ്ദേഹത്തിന്റെ സേവനവും ഇവിടെയുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത്, ഈശ്വർ മൽപ്പ പറഞ്ഞത് 3 പേരെയാണ് കാണാതായിട്ടുള്ളത്. ആ 3 പേരുടെയും കുടുംബത്തെ താൻ കണ്ടിരുന്നു. അവരുടെ ആഗ്രഹപ്രകാരമാണ് താൻ വരുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അത് ഒരുപക്ഷെ ജില്ലാ ഭരണകൂടത്തിന്റെ നേരിട്ട് ഉള്ള ഒരു ഏകോപനത്തിലായിരിക്കില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും തരത്തിൽ ഈശ്വർ മൽപ്പയെ തടയുന്ന സാഹചര്യം ഒന്നും തന്നെ ഇല്ല. ഈശ്വർ മൽപ്പ ഇപ്പോഴും പുഴയുടെ അടിത്തട്ടിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങി എന്തെങ്കിലും തെളിവുകളോ തുമ്പുകളോ ഈ ലോറിയുടേതായ ലഭിക്കുമോ എന്ന് നോക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം വെള്ളം വളരെ തെളിഞ്ഞ ഒരു വെള്ളമാണ്.
വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്തി ഈ തിരച്ചിൽ ഊർജിതമാക്കുക എന്നതാണ് ഈ ജില്ലാ ഭരണകൂടം കണക്കൂട്ടുന്നത്. 3 ദിവസത്തെ തിരച്ചിലിനാണ് ഇപ്പോൾ കരാറുള്ളത്. അതൊരു പക്ഷേ ലോറി കണ്ടെത്താനായില്ലെങ്കിൽ 10 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. 10 ദിവസത്തേക്കാണ് കരാറുള്ളത്. ഇത് അവസാനഘട്ട തിരച്ചിൽ കൂടിയാണ്. 3ാം ഘട്ട തിരച്ചിൽ എന്ന് പറയുമ്പോൾ അവസാനമായി ഒരു ശ്രമം അതാണ്. അത് ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ആ മണ്ണ് അടിത്തട്ടിൽ അവിടെയാണ് ലോറി കൃത്യമായി സോണാർ പരിശോധനയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരുപാട് ചെളിയും മണ്ണുമൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരിശോധനയിലും കഴിഞ്ഞ ആദ്യത്തേതിനേക്കാളും കൂടുതൽ മണ്ണ് അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നാണ് സോണാർ പരിശോധനയിൽ വ്യക്തമായത്. അതുകൊണ്ട് തന്നെ ആ മണ്ണുകൾ ആദ്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് അതിന് JCB ഉപയോഗിച്ച് ആ മണ്ണ് അവിടെ നിന്നും എടുത്ത് തൊട്ടടുത്തായുള്ള വെസൽ ബോട്ടിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ലോറിയിലെ അരികിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ലോറിയുടെ ക്യാബിനിലേക്ക് എത്തുക. ക്യാബിനിൽ ഇപ്പോഴും അർജുൻ ഉണ്ടോ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് ഏറ്റവും നിർണായകമാകുന്നത്. ഏതായാലും വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെ തന്നെയാണ് ശിരൂർ ഇപ്പോൾ കടന്നു പോകുന്നത്. ഗംഗാവലി പുഴ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും ആ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഈശ്വർ മൽപ്പ അദ്ദേഹം ആ ലോറി കണ്ടെത്തി എന്ന് പറയുന്ന ലോറിയുടെ സ്ഥാനം ലോഹഭാഗങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധന നടത്തുമ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് മറ്റൊരു സംവിധാനം. എന്തായാലും ഇപ്പോൾ നിലവിൽ നേവിയുടെ ഒരു സഹായം നിലവിൽ ഇപ്പോൾ ഇവിടെ കാണാനില്ല. എന്തായാലും നേവി അല്പസമയത്തിനകം എത്തും തന്നെയാണ് അറിയുന്നത്. മുങ്ങൽ വിദഗ്ധന്മാർ അടങ്ങുന്ന സംഘമായിരിക്കും നേവിയുടെ ഇവിടെ എത്തുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പുഴയുടെ ഒഴുക്കും അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും നേവി കൃത്യമായി പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഇനി നേവിയുടെ സംഘം ഇവിടെ എത്താനുണ്ട്. ഏതായാലും ഡ്രഡ്ജർ കൃത്യം സമയത്ത് തന്നെ പ്രവർത്തനം തുടങ്ങി 6 മണി വരെ നീണ്ടു നിന്നേക്കാം. ഇപ്പോൾ വേലിയിറക്ക സമയമാണ്. വെള്ളം ഈ പുഴയിൽ കൂടുതലുണ്ട്. ഒരു 4 മണിയോടുകൂടി വേലിയിറക്കം ആരംഭിക്കും. അപ്പോൾ വെള്ളം വീണ്ടും കുറയും. ആ സമയമാകുമ്പോഴേക്കും പരമാവധി മണ്ണുകൾ നീക്കം ചെയ്യുക എന്നാണ് ഈ ഡ്രഡ്ജർ കമ്പനിയുടെ ഇപ്പോൾ ഒരു നീക്കം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ശിരൂർ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അവസാനഘട്ട തെരച്ചിൽ, 3 പേർക്കായുള്ള തെരച്ചിൽ, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള തെരച്ചിൽ, ലോറി കണ്ടെത്തുമോ, അത് ഈ അർജുനെ കണ്ടെത്തുമോ എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം ഇന്ന് ലഭിക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരമുണ്ടാകുമോ, അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയോടുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നതും. ഇപ്പോൾ ഈ ഈശ്വർ മൽപ്പയുടെ സാന്നിധ്യം അവിടെയുണ്ട്. നമുക്ക് നേരത്തെ ഇറങ്ങുന്നത് കണ്ടിരുന്നു. മൽപ്പയെ അനുവദിച്ചോ തെരച്ചിലിനായി? മൽപ്പ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായും മൽപ്പെ ഇപ്പോൾ അല്പസമയം മുമ്പ് SP കാർവാർ SP-യുമായി സംസാരിക്കുകയുണ്ടായി. അവർ ഏതെങ്കിലും തരത്തിൽ മൽപ്പയെ തടയുന്ന സാഹചര്യം ഒന്നും തന്നെയില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ കയറ് കെട്ടി മൽപ്പയുടെ ഒപ്പമുള്ള സംഘങ്ങളാണ് അവിടെ നിൽക്കുന്നത്. ആ താഴെ ആഴങ്ങളിൽ ഇപ്പോൾ ഈ മൽപ്പെ ഇപ്പോൾ പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൽപ്പ വീണ്ടും തിരിച്ച് വരാം. ആദ്യവട്ട ഒരു തെരച്ചിൽ നടത്തി. ഇപ്പോൾ രണ്ടാമതും മുങ്ങിക്കൊണ്ടുള്ള ഒരു തെരച്ചിലിനാണ് ഇപ്പോൾ മൽപ്പെ തയ്യാറായിട്ടുള്ളത്. മൽപ്പയുടെ സംഘങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും മൽപ്പയുടെ ഏതെങ്കിലും തരത്തിൽ മൽപ്പയെ ഈ തെരച്ചിലിൽ നിന്നും പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ തടയാനോ ഒന്നും ശ്രമം ഉണ്ടായിരുന്നില്ല. SP-യോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ ആ കൃത്യമായ അനുവാദം വാങ്ങി തന്നെയാണ് മൽപ്പ ഇപ്പോൾ പരിശോധന ആ തെരച്ചിൽ നടത്തുന്നത്. ഒരു ഭാഗത്ത് ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നു. ഒപ്പം ഈശ്വർ മാൽപ്പെ തൊട്ട് സമീപത്ത് ആ ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയ ആ സ്ഥലത്ത് തെരച്ചിൽ നടത്തുന്നു. എന്തായാലും ഏത് സമയത്തും ലോറിയുടെ ഏതെങ്കിലും വസ്തുക്കൾ ലഭിച്ചേക്കാം. അത് ഈശ്വർ മാൽപ്പെ കൃത്യമായി ആ സംഭവങ്ങൾ ഇതിലേറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് ഈ വെള്ളം അത്രത്തോളം തെളിഞ്ഞ വെള്ളമാണ്. ആ കാലാവസ്ഥ പരമാവധിപ്പെടുത്താൻ തീരുമാനം അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇനിയുള്ള ഓരോ മണിക്കൂറുകളും നിർണായകം തന്നെയാണ് രഞ്ജിത്ത്. അതാണ് പ്രധാനം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മണ്ണ് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഡ്രഡ്ജർ അടക്കമുള്ളത്. ഒപ്പം ഈശ്വർ മൽപ്പയെ ഈ ആഴങ്ങളിൽ ഇറങ്ങിയുള്ള പരിശോധന, ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ അർജുനായുള്ള കണ്ടെത്തൽ തെരച്ചിലെന്ന് മാത്രമേ ഇതിനെ പറയാൻ സാധിക്കൂ. കാരണം ഇനിയൊരു പ്രതീക്ഷയില്ല അർജുൻ എവിടെ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ജീവനോട് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ. പക്ഷേ അപ്പോഴും എവിടെ എന്ത് സംഭവിച്ചു എന്നതിൽ കുടുംബത്തിനൊരു വ്യക്തത വേണം. നമ്മൾ കാത്തിരുന്ന് ഒരുപാട് പ്രതീക്ഷയോടെ ഏറെ നാൾ കാത്തിരുന്ന മലയാളികളായ നമ്മൾക്കും ഇതിൻ്റെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം അർജുനൊപ്പം കാണാതായ 2 പേരുടെ കാര്യത്തിലും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പ്രേക്ഷകർ കാണാം. അവിടെ വലിയ തോതിലുള്ള തെരച്ചിൽ. അർജുൻ അവസാനമായി ചിലവഴിച്ച
സ്ഥലത്തെത്തുക എന്നത് ഏറെ നാളായുള്ള ആഗ്രഹമായിരുന്നുവെന്ന് സഹോദരി അഞ്ജു ന്യൂസ് 18നോട് പറഞ്ഞു. ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വലിയ തുക ചെലവിട്ടാണ് ഡ്രഡ്ജർ എത്തിച്ചതെന്നും ലോറി കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ നടത്തണമെന്നും അഞ്ജു ന്യൂസ് 18നോട് പറഞ്ഞു. ആ അവസാനഘട്ട തെരച്ചിൽ നടക്കുമ്പോൾ അർജുന്റെ കുടുംബം, പ്രത്യേകിച്ച് സഹോദരി അഞ്ജു ഇവിടെ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. അഞ്ജു തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് അഞ്ജു ഇവിടെ എത്തിയത്. അഞ്ജു, ഇത് അവസാനഘട്ട തെരച്ചിലെന്നാണ് ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ തെരച്ചിലിനെ? കുടുംബത്തിന്റെ ആവശ്യം ഡ്രഡ്ജർ കൊണ്ടുവന്നുള്ള ഒരു തെരച്ചിലായിരുന്നു. അപ്പം ഡ്രഡ്ജർ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അറ്റ്ലീസ്റ്റ് ലോറിയുടെ അടുത്ത്, ക്യാബിന്റെ അടുത്തെങ്കിലും എത്തിപ്പെടാൻ പറ്റട്ടെ. ഈ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, കയർ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടാകും, അതിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകുമെന്ന് ഇപ്പോഴും അഞ്ജു ഉൾപ്പെടെ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ബാക്കിയൊക്കെ ഒന്നും അറിയില്ലല്ലോ എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പൊ ആ വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ 10 ദിവസം തെരച്ചിലാണ് നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നത്. അത് ഇന്നലെ അവർ വ്യക്തമാക്കിയത് 3 ദിവസം ഇപ്പോൾ തെരച്ചിൽ നടത്തുമെന്നാണ്. പിന്നീട് അത് വേണമെങ്കിൽ തുടരുമെന്ന് പറയുന്നുണ്ട്. എന്താണ് കുടുംബം ആവശ്യപ്പെടുന്നത്? ഈ ലോറി കണ്ടെത്തുന്നവരെ തെരച്ചിൽ തുടരണമെന്ന് തന്നെയാണോ? ഇത്രയും കാശ് മുടക്കിയിട്ടാണ് ഡ്രഡ്ജർ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പം അന്നും പറഞ്ഞത് 10 ദിവസത്തോളം ഉള്ള ആ ഒരു ഇതാണ്. അപ്പം 3 ദിവസത്തിന് നമ്മൾ ആരും അറിയിച്ചിട്ടും പറഞ്ഞിട്ടുമില്ല. ലോറി കണ്ടെത്തുന്നവരെ തെരച്ചിൽ നടത്തണം തന്നെയാണ് നമ്മൾ പറയുന്നത്, ആവശ്യപ്പെടുന്നത്. അഞ്ജുവിന്റെ ഹസ്ബൻഡ് ജിതിൻ ഇവിടെ ആദ്യം മുതലേ ഉണ്ട്. അഞ്ജു ആദ്യമായാണ് ശിരൂരിലേക്ക് എത്തുന്നത്. എന്താണ് ഒരു മാനസിക? അല്ല, ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചാലും ആദ്യം ഓടിയെത്താനുള്ളത്, ഇപ്പൊ എനിക്കാണ് ഹസ്ബൻഡിനാണെങ്കിലും എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഓടിയെത്താനുള്ളത് അർജുനായിരുന്നു. അപ്പം ഡ്രഡ്ജർ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ തീരുമാനിച്ചാണ് കുടുംബം ഒന്നായിട്ട് ഇവിടെ വരണം. അവൻ അവസാനമായിട്ട് ചെലവഴിച്ച സ്ഥലത്തുകൂടെ നമുക്കും കുറച്ച് സമയം ചെലവഴിക്കണം, ആ സ്ഥലത്ത് വന്നിരിക്കണം എന്നൊക്കെ നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ചതാണ്. അപ്പം പെട്ടെന്നാണ് ഡ്രഡ്ജർ വരുന്നതും കാര്യങ്ങളും. അപ്പം കുടുംബം പിന്നീട് വരും. അപ്പം ഇത്ര ദിവസമായിട്ട് ഞങ്ങൾ വന്നില്ലല്ലോ എന്ന് അവൻ വിചാരിക്കൂലേ, ആ ഒരു ഇതിൽ വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലത്തോണ്ടൊക്കെ ഡ്രഡ്ജർ വന്ന് തെരച്ചിൽ നടത്തി കഴിയുന്നായിരുന്നു വിചാരിച്ചത്. ഏതായാലും ഞങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ തെരച്ചിലിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇന്നലെ ഒരു അരമണിക്കൂർ മാത്രം തെരച്ചിൽ നടത്തുമ്പോൾ തന്നെ കയറും ലോഹഭാഗങ്ങളൊക്കെ കിട്ടുന്ന ഒരു സൂചന നമുക്ക് നിർണായകമായ ഒരു തെരച്ചിലാണ് ഇന്നെന്നും പറയുന്നുണ്ട്. കുടുംബം എങ്ങനെയാണ് ഇന്നത്തെ? ഞങ്ങളും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ലോറിന്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം കാലാവസ്ഥ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും നല്ല വെയിലും പുഴയിലാണെങ്കിലും വെള്ളം നല്ല കുറവുണ്ട്. അപ്പം നമുക്ക് അനുയോജ്യമായുള്ള കാലാവസ്ഥയിൽ എത്രയും പെട്ടെന്ന് തന്നെ ലോറിയുടെ അടുത്തെത്താൻ പറ്റട്ടെ. ജിതിൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിനെ, കുടുംബത്തിൽ നിന്നും ആദ്യമായാണ് ഒരാളിപ്പോൾ എത്തുന്നത്. എങ്ങനെയാണ്? തീർച്ചയായിട്ടും അഞ്ജു പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് വരണം തന്നെയായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ ഡ്രഡ്ജർ എത്തുന്നത് കൊണ്ട് ഇനി എല്ലാവരും എത്തിയാൽ പിന്നെ അവർക്കൊരു മാനസികമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാകുന്ന കരുതിയിട്ട് പിന്നെ എല്ലാവരും ഇനി ഡ്രഡ്ജിങ് കഴിഞ്ഞതിന് ശേഷം മറ്റു കുടുംബാംഗങ്ങളെല്ലാം, അച്ഛൻ, അമ്മ, അർജുന്റെ വൈഫ് എല്ലാവരും ഇവിടെ എത്തിച്ചേരും. ഇന്നിപ്പം അർജുന്റെ അനിയനും എത്തുന്നുണ്ട്. അഞ്ജു, ഒരു ചോദ്യം കൂടി. ഇത് ഒരു രക്ഷാദൌത്യമല്ല, അതേസമയത്ത് അർജുൻ എന്ത് സംഭവിച്ചു അതാണ് അറിയേണ്ടത്. അത് തന്നെയാണല്ലേ നമ്മൾ അത് ഉൾക്കൊണ്ട് തന്നെയാണ് വന്നത്. ചോദ്യത്തിനുള്ള, അതായത് അറ്റ്ലീസ്റ്റ് ആ ക്യാബിന്റെ അടുത്തെത്തിയാൽ നമുക്ക് ഒരുപാട് ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ഇത് ലോറി കണ്ടുപിടിച്ചില്ല, ലോറിന്റെ പാർട്സുകൾ ഓരോന്നാണ് നമുക്ക് കിട്ടുന്നത്. എന്നാലും നമുക്കൊരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം രക്ഷാദൌത്യമല്ല, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയതാണ്. അപ്പം ഇനി ഉള്ളത് അവിടെ എത്തിപ്പെടുക, എന്താണ് പറ്റിയത് എന്നുള്ളത് അറിയാം. ഏതായാലും വളരെ വൈകാരികമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ ശിരൂർ കടന്നു പോകുന്നത്. ഇന്നത്തെ തിരച്ചിൽ എന്തായാലും നിർണായകവുമാണ്. ഏതായാലും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രതീക്ഷയോടെ തന്നെയാണ് അർജുന്റെ കുടുംബാംഗങ്ങളും അവിടെ ശിരൂരിലുള്ളത്. മറ്റു വാർത്ത, ഏറെനാളിന് ശേഷം മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. ADGP അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഗുരുതര ആരോപണം നിലനിൽക്കെയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. 11 മണിക്ക് വാർത്താ സമ്മേളനം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ടും MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയതിൽ മുന്നണിയിൽ അതൃപ്തി ശക്തമാണ്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നതിലും CPIക്ക് പ്രതിഷേധമുണ്ട്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അരുൺ, മുഖ്യമന്ത്രി നമുക്ക് ഈ സാധാരണ വാർത്താ സമ്മേളനം ഈ സമയത്ത് ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തന്നെ എന്ന് വേണ്ടേ കരുതാൻ? മറ്റ് സർക്കാർ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കുകയും മറ്റുമല്ലല്ലോ.
തീർച്ചയായും ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. മറ്റ് പദ്ധതികൾ പ്രഖ്യാപിച്ചതിനപ്പുറത്തേക്ക് നിരവധി ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും. അത് ഒരുപക്ഷെ മാധ്യമങ്ങളും അരുൺ കേൾക്കാമോ? ഇല്ല, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും 11 മണിയോടുകൂടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമായും വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി വേണം. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട ഒരു MLA തന്നെ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലം ചെറിയ പ്രതിസന്ധിയല്ല സർക്കാരിനുണ്ടാക്കിയിരിക്കുന്നത്. അരുൺ, തുടരാം. രഞ്ജിത്ത്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഈ ആരോപണങ്ങൾക്ക്, വിവാദങ്ങൾക്ക് മറുപടി പറയാൻ തന്നെയാണ്. ഒന്നല്ല, നിരവധി വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ മറുപടി കാത്ത് കേരളം ഇരിക്കുന്നു. അതിൽ പ്രതിപക്ഷം മാത്രമല്ല, മാധ്യമങ്ങളും മാത്രമല്ല, ഭരണപക്ഷത്തു നിന്ന് പോലും, പക്ഷേ CPM പോലും മുഖ്യമന്ത്രിയുടെ മറുപടി, പ്രതികരണം, മൗനം ഇത്രയധികം നീണ്ടതിൽ വലിയ അതൃപ്തരാണ്. പൂരം കലക്കിയ വിഷയത്തിൽ CPI കടുത്ത നിലപാടാണ് കുറച്ച് ദിവസങ്ങളായി സ്വീകരിക്കുന്നത്. വലിയ സംശയങ്ങൾ CPIക്ക് വിഷയത്തിലുണ്ട്. എന്തിന് അജിത് കുമാറിനെ ADGPയെ സംരക്ഷിക്കുന്നു? അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. അത് സ്വാഭാവികമായി അതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അന്വേഷണത്തിന് ശേഷം മാത്രം അതിൽ നടപടി മതിയെന്ന് CPI മറ്റ് ഘടകകക്ഷികളും സമ്മതിക്കുന്നു. പക്ഷേ അജിത് കുമാർ CPM ഭരിക്കുമ്പോൾ, ഇടതുമുന്നണി ഭരിക്കുമ്പോൾ RSS മേധാവിയെ കണ്ട്, അത് RSS എക്കാലവും ഇടതുമുന്നണി രാഷ്ട്രീയ ശത്രുക്കളാണ്. അത്തരമൊരു സംഘടനയുടെ നേതാക്കളെ 2 തവണ 3 തവണ കണ്ടത് എന്തിനെന്ന ചോദ്യത്തിന് ഇതുവരെയും മറുപടി നൽകാൻ അജിത് കുമാർ തയ്യാറായിട്ടില്ല. ആ മറുപടി അജിത് കുമാർ നൽകേണ്ടത് മുഖ്യമന്ത്രിക്കാണ്, ആഭ്യന്തര വകുപ്പിനാണ്. ആ മറുപടി ഘടകകക്ഷികളെയും അതുപോലെ കേരള ജനങ്ങളെയും അറിയിക്കാൻ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. ആ മറുപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. അജിത് കുമാറിനെ മാറ്റി നിർത്തണം, ക്രമസമാധാന ചുമതലയുണ്ടെങ്കിലും മാറ്റി നിർത്തണമെന്ന ആവശ്യം ശക്തമായിട്ടും അതിലൊരു നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ വിജിലൻസ് അന്വേഷണം മാത്രമാണ് പ്രഖ്യാപിച്ചത്. വിജിലൻസ് അന്വേഷണം നേരിടുമ്പോഴും അജിത് കുമാർ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ, അതായത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന ചുമതലയിൽ തുടരുകയാണ്. അത് എന്ത് ന്യായമെന്ന ചോദ്യമാണ് CPI അടക്കം ഉന്നയിക്കുന്നത്. പൂരം കലക്കലിൽ അജിത് കുമാറിന്റെ ബന്ധത്തിൽ CPIക്ക് സംശയമുണ്ട്. അത്തരം നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് കൂടി മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. PV അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി കേന്ദ്രീകരിച്ചാണ്, മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി ലക്ഷ്യമിട്ടാണ് പാർട്ടിക്ക് അത്തരം ഒരു പരാതി PV അൻവർ നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി PCCക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ പൂർണ്ണമായി സംരക്ഷിക്കുകയാണോ? ഈ അന്വേഷണ പരിധി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞെങ്കിലും അതും ഏത് തരം വരെയായെന്ന് ഒരു വ്യക്തതയും ഇല്ല. അത്തരം നിരവധി കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഉയർന്ന വാർത്തകൾ, അതായത് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പണം ചെലവഴിച്ചതിനെ വിവാദമുണ്ട്. അതിൽ സർക്കാരിന്റെ മറുപടി വാർത്താക്കുറിപ്പായി വന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിർണായകമാണ്. ഏറ്റവും പ്രധാനം ADGP MR അജിത് കുമാറിനെതിരെ എന്ത് നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹത്തെ സ്ഥാനത്ത് മാറ്റുന്ന തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചേക്കും. അന്വേഷണം അതിന്റെ അന്തിമഘട്ടത്തിലെന്ന് ആണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലകൾ നീക്കാൻ മുഖ്യമന്ത്രി തയ്യാറായേക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നു. പക്ഷേ നമുക്കത് പൂർണ്ണമായും ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം നടപടി മതി എന്ന നിലപാടുള്ള ആളാണ്. അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ മാത്രം നടപടി എന്ന നിലപാടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ ഇനിയും അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മൗനം വെടിയുകയാണ്. വലിയ ഇടവേള പറയുമ്പോൾ വിവാദമുണ്ടായ കാലമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ മറുപടി പറയേണ്ട നിരവധി വിഷയങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. അപ്പോഴെല്ലാം മുഖ്യമന്ത്രി മൗനം തുടരുകയായിരുന്നു. ആ മൗനം ഇന്ന് വെടിയും. അത് ഏത് തരം വരെ ആർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. അമ്മമുഖമോർമ്മയിലേക്ക്. കവിയൂർ പൊന്നമ്മയ്ക്ക് ഇന്ന് കേരളം വിട നൽകും. വൈകിട്ട് 4 മണിക്ക് ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 12 മണിവരെയാണ് പൊതുദർശനം. നേരത്തെ ലിസി ആശുപത്രിയിൽ VIP ലൗഞ്ചിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, മലയാളത്തിലെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം
അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, രാവിലെ 9 മണി മുതൽ തന്നെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. ബന്ധുക്കളെല്ലാം ഇന്നലെയോടുകൂടി തന്നെ ആശുപത്രിയിൽ മരണസമയത്തടക്കം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഒപ്പം സിനിമയിലെ പ്രമുഖരെല്ലാവരും തന്നെ അവസാനമായി അവരുടെ അമ്മയെ കാണാൻ വേണ്ടി എത്തിയിരുന്നു. സുരേഷ് ഗോപി, ദിലീപ്, ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ ഇന്നലെ തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബി ഉണ്ണികൃഷ്ണനും ഒപ്പം ടിനി ടോം, ഭാഗ്യലക്ഷ്മി, വിനു മോഹൻ ഉൾപ്പെടെയുള്ള എല്ലാ തലമുറകളിലെയും ആളുകൾ കവിയൂർ പൊന്നമ്മയോടൊപ്പം അഭിനയിച്ച എല്ലാവരും തന്നെ, അവരെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ ഇവിടേക്ക് ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ജനങ്ങളും നാട്ടുകാരും ഒപ്പം സഹപ്രവർത്തകരും ഒക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടൻ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെ ഒട്ടേറെ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളുടെ മനസ്സിൽ ഇന്നും ഒരു നല്ല ഒരു ഓർമ്മയായി തന്നെയാണ് കവിയൂർ പൊന്നമ്മ ഇപ്പോഴും ഉള്ളത്. കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒരു വലിയൊരു പൊട്ടായിരിക്കും ആദ്യം ഓർമ്മ വരിക. വലിയൊരു ചുമന്ന പൊട്ട് തൊട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അമ്മ, ആ അമ്മ തന്നെയാണ് മലയാളികൾക്ക് എന്നും എപ്പോഴും പ്രിയങ്കരിയായിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു. നിരവധി സിനിമകൾ, ഒരു പാട്ടുകാരിയാവാൻ ആഗ്രഹിച്ചു, പക്ഷേ സിനിമയിൽ എത്തിപ്പെട്ടു. പിന്നീട് പല തന്നേക്കാൾ പ്രായം കുറഞ്ഞവരുടെ അമ്മയായി പോലും അഭിനയിച്ചു. പക്ഷേ പിന്നീട് നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്തുവെങ്കിലും ആരാധകരുടെ കത്ത്, ഞങ്ങൾക്ക് അമ്മയെ കാണാൻ അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യരുതെന്നൊക്കെ ഒരുപാട് കത്തുകളിലൂടെ ആരാധകർ അഭിപ്രായപ്പെട്ടു. അതിനെ തുടർന്ന് ഇനി ഞാൻ അമ്മ കഥാപാത്രമായി തന്നെ സിനിമയിൽ ഉണ്ടാകുമെന്ന ഒരു നിലപാടെടുക്കുകയും അങ്ങനെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അടക്കം അമ്മമാരായി അഭിനയിച്ചു. സത്യന്റെയും നസീറിന്റെയും അമ്മയായിട്ടും നായികയായിട്ടും ഒക്കെ മലയാള സിനിമയിൽ തിളങ്ങിയ ഒരു വ്യക്തിത്വം ഇന്ന് മറഞ്ഞു പോകുമ്പോൾ പക്ഷെ അവരെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഇപ്പോഴും മലയാളികളുടെ അല്ലെങ്കിൽ സിനിമാ പ്രേമികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. എന്തായാലും ടൗൺ ഹാളിലെ പൊതുദർശനം തുടരുകയാണ്. 11 മണിവരെയാണ് ഇവിടെ പൊതുദർശനം സജ്ജീകരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഈ ആളുകളുടെ തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ അല്പസമയം കൂടി നീട്ടുവാനും സാധ്യതയുണ്ട്. 4 മണിയോടുകൂടി വീട്ടിലെ ആലുവയിലെ ശ്രീപദം വീട്ടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സിനിമാ മേഖലയിലുള്ള എല്ലാ സിനിമാ സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ അവസാനമായി കവിയൂർ പൊന്നമ്മയെ കാണാൻ, അവരുടെ സിനിമയിലെ തങ്ങളുടെ അമ്മയെ കാണാനായി ഇവിടെ സഹപ്രവർത്തകരെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിഷമം തന്നെയാണ് അവർക്ക്. ഒരു തലമുറ, നമുക്കറിയാം ഈ അടുത്ത കാലത്തായി മലയാള സിനിമയിൽ നിന്നും നഷ്ടമായ നമ്മുടെ മുഖങ്ങൾ, അത് KPC ലളിത, സുകുമാരി, KPC ലളിത, നെടുമുടി വേണു അടക്കമുള്ള ഒരു തലമുറ നമ്മളെ വിട്ടു പിരിയുമ്പോൾ അവർക്ക് പകരം വെക്കാൻ ഇപ്പോഴും ആരുമില്ല. ഈ കവിയൂർ പൊന്നമ്മയ്ക്ക് പകരം ഇനി അമ്മവേഷം ചെയ്യാൻ ആരെന്ന് ചോദിച്ചാൽ അത് ആരും തന്നെ ഉണ്ടാകില്ല. കാരണം അവർക്ക് പകരം അവർ മാത്രമാണ്. ഇന്നലെ സംവിധായകൻ സത്യനന്ദിക്കാട് പറഞ്ഞ ഒരു വാചകം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, കവിയൂർ പൊന്നമ്മ അമ്മ സന്ദേശത്തിലെ ആ 2 മക്കൾക്കിടയിൽ നിന്ന് വീർപ്പുമുട്ടുന്ന ആ അമ്മയുടെ കഥാപാത്രത്തെ ഞാൻ എഴുതുമ്പോൾ അത് കവിയൂർ പൊന്നമ്മ അല്ലാണ്ട് മറ്റാരുടെയും മുഖം എന്റെ മനസ്സിൽ വന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് ആ ഒരു കഥാപാത്രമേ സിനിമയിലേക്ക് വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നെ പോലുള്ള പല സംവിധായകരും അല്ലെങ്കിൽ കഥാകൃത്തുക്കൾ എന്നൊക്കെ പറയുന്നു. അത്രമാത്രം തന്മയത്തോടുകൂടി ഒരു അമ്മ കഥാപാത്രത്തെ ചെയ്യാൻ കവിയൂർ പൊന്നമ്മയ്ക്കല്ലാതെ മറ്റാർക്ക് കഴിയുമെന്നൊരു ചോദ്യമാണ് ഇവിടെ എല്ലാ സിനിമാ താരങ്ങളും അല്ലെങ്കിൽ ഈ സിനിമ രംഗത്തുള്ളവർ ചോദിക്കുന്നത്. അങ്ങനെ കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് നമുക്ക് അവരുടെ സിനിമകളിൽ നിന്നും. സന്ദേശമായിക്കോട്ടെ, കിരീടമായിക്കോട്ടെ, ഹിസൈനസ് അബ്ദുള്ള ആയിക്കോട്ടെ, അങ്ങനെ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ, ബാബ കല്യാണി. ഇപ്പോൾ കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ പലപ്പോൾ മോഹൻലാലിന്റെ തന്നെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഒരു കുറിപ്പിട്ടിരുന്നത് പലർക്കും
തന്റെ അമ്മയാണോ, ശരിക്കും തന്റെ അമ്മയാണോ കവിയൂർ പൊന്നമ്മ എന്ന് തന്നെ പലപ്പോഴും ആളുകൾ സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം അത്രമാത്രം താനും കവിയൂർ പൊന്നമ്മ അമ്മയുമായിട്ടുള്ള ബന്ധം അത്രമാത്രം ആഴത്തിലും ദൃഢവുമായിരുന്നു എന്ന് മോഹൻലാൽ പല ഇന്റർവ്യൂകളിലും ഇന്നലത്തെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ മലയാള സിനിമയിൽ ഉള്ള താരങ്ങൾക്ക് അത് ഇല്ലാതെ തന്നെ ഒരുപാട് ആളുകളുടെ അമ്മ തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ സാന്നിധ്യം അറിയിക്കുന്നത്. പിന്നീട് രാമായണ അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ രാവണന്റെ ഭാര്യയായ മണ്ഡോദരിയാണ് കവിയൂർ പൊന്നമ്മ വേഷമിട്ടത്. 20-ാം വയസ്സിൽ കുടുംബിനി എന്ന ചിത്രത്തിൽ സത്യൻ, മധു തുടങ്ങിയവരുടെ അമ്മയായി കവിയൂർ പൊന്നമ്മ വെള്ളിത്തിരയിൽ വരവറിയിച്ചു. പിന്നീട് തനിക്ക് ഈ അമ്മ വേഷം മാത്രമായിരിക്കും ചേരുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു അമ്മയുടെ വേഷം തന്നെ ഞാൻ ചെയ്യാമെന്നുള്ള തീരുമാനമെടുക്കുകയും പിന്നീട് മലയാള സിനിമയിൽ ഏതൊരു കഥാപാത്രത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു നായികന്റെയോ നായികയുടെ അമ്മ എന്ന് പറഞ്ഞാൽ അത് കവിയൂർ പൊന്നമ്മയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ മലയാള സിനിമയ്ക്ക് എന്തായാലും ഒരു തീരാ നഷ്ടം തന്നെയാണ് കവിയൂർ പൊന്നമ്മ വിടവാങ്ങുമ്പോൾ. ക്യാൻസർ രോഗത്തെ തുടർന്ന് ചില അതിന്റെ 4ാമത്തെ സ്റ്റേജിലായിരുന്നു അവർക്ക് ക്യാൻസർ രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് ലിസി ആശുപത്രിയിൽ ചികിത്സ തേടി. പക്ഷേ അപ്പോഴേക്കും ഓർമ്മ പാതി നഷ്ടപ്പെട്ടിരുന്നു. തന്റെ സഹപ്രവർത്തകരെയൊക്കെ പാതി മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കവിയൂർ പൊന്നമ്മ എത്തിയിരുന്നു. പിന്നീട് ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ ചികിത്സയിലായിരുന്നു. തുടർന്ന് ഇന്നലെ വൈകുന്നേരം 5:22 കവിയൂർ പൊന്നമ്മയുടെ വിയോഗം ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ തന്നെ സിനിമാ മേഖലയിലുള്ളവർ അവിടെ ഓടിയെത്തുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കുകയാണ്. ബി ഉണ്ണികൃഷ്ണൻ, സുരേഷ് കൃഷ്ണ, ടിനി ടോം, വിനു മോഹൻ ഉൾപ്പെടെയുള്ള ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിൽ എല്ലാ മേഖലയിലുള്ള ആളുകളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടൻ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 11 മണി വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക. ആലുവയിലെ ശ്രീപദ വീട്ടിലായിരിക്കും സംസ്കാരം. അവരുടെ അവസാന നാളുകൾ, കവിയൂർ പൊന്നമ്മയുടെ അവസാന നാളുകളിൽ ആലുവയിലെ വീട്ടിൽ തന്നെയായിരുന്നു. മക്കളും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. ഇന്നലെ സമയത്ത് മകളൊഴിച്ച് ബാക്കി എല്ലാ കുടുംബങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. മകൾ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം മകൾ എത്തിയിരുന്നു. പിന്നീടാണ് അവർ തിരിച്ച് അമേരിക്കയിലേക്ക് പോയത്. എന്തായാലും മകളും എവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും ഇത് വലിയ മലയാള സിനിമയ്ക്ക് വലിയ തീരാനഷ്ടമായ ഒരു വിയോഗമാണ്. ദീർഘകാലമായി അവർ സിനിമാ രംഗത്ത് സജീവമല്ല. 2022 അവസാനമായി സിനിമയിൽ അഭിനയിച്ചത് എന്നുകൂടി ചേർത്ത് വെക്കണം. മലയാളത്തിലെ എല്ലാ നടന്മാരുടെയും, സത്യൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മഹാനടന്മാരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ്. അവരുടെ കഥാപാത്രങ്ങളുടെ പ്രത്യേകത വളരെ വലുതായിരുന്നു. നമുക്കറിയാം, മോഹൻലാലും കവിയൂർ പൊന്നമ്മയും ചേർന്ന് അഭിനയിച്ച അനവധി സിനിമകളുണ്ട്. അമ്മയും മകനും വേഷത്തിൽ. അത് മലയാളികളെ എത്രത്തോളം തിയേറ്ററുകളിലേക്ക് എത്തിച്ചിരുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതുപോലത്തെ ഒരു മഹാനടിയാണ് ഇപ്പോൾ ഇവിടെ വാങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിരവധി സിനിമാ പ്രവർത്തകരെ, വിനീതിനെ ദൃശ്യങ്ങളിൽ കാണാം. ബി ഉണ്ണികൃഷ്ണൻ അവിടെയുണ്ട്. ജയൻ ചേർത്തലയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. രഞ്ജി പണിക്കറുണ്ട്. ടിനി ടോമിനെ കാണാം. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ ഇവിടെ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ മുതൽ തന്നെ സുരേഷ് ഗോപി ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇന്നലെ മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ച് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അവിടെയുണ്ട്. മലയാളത്തിലെ പ്രധാനപ്പെട്ട വനിതാ നടിമാരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുടുംബാംഗങ്ങളും അവിടെ സന്നിഹിതരാണ്. ഏതാണ്ടൊരു 4 മണി വരെയെങ്കിലും പൊതുദർശനം നീണ്ടുപോകും എന്ന് വേണം കാണാൻ. കാരണം അത് അത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സമയം കൂടി ഉണ്ടാകും. നവമി, സൂപ്പർ താരങ്ങൾ എത്തും. സാധാരണ മോഹൻലാലൊക്കെ ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളല്ല. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പല ലിമിറ്റേഷൻസ് ഉള്ള ഒരു നടൻ കൂടിയാണ്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് എത്താതിരിക്കാനാവില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം മമ്മൂട്ടിയെയും നമ്മൾ പ്രതീക്ഷിക്കണം അല്പസമയത്തിനുള്ളിൽ തന്നെ.
രഞ്ജിത്ത്, മമ്മൂട്ടിയും മോഹൻലാലും ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ കേരളത്തിന് പുറത്താണ്, വിദേശത്താണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്തുന്നതിന് മോഹൻലാല് പുതിയ ചിത്രത്തിന്റെ ചില തിരക്കുകളിലായി ബോംബെയിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷെ അദ്ദേഹം എത്തുമെന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മമ്മൂട്ടിയും എത്ര വൈകിയാലും താൻ ഇവിടെ എത്തും എന്നുകൂടി മമ്മൂട്ടിയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അവർ ഉൾപ്പെടെയുള്ളവർ വരും. അവർക്കൊന്നും വരാതിരിക്കാൻ കഴിയില്ല. കാരണം മോഹൻലാലിനൊക്കെ അത്രയും ആത്മബന്ധമുള്ള ഒരു അമ്മ കൂടിയാണ്, അത്ര ഒരു സഹപ്രവർത്തക കൂടിയാണ് കവിയൂർ പൊന്നമ്മ. മോഹൻലാലിനോടൊപ്പം കിരീടത്തിലായാലും ഭരതത്തിലായാലും വിയറ്റ്നാം കോളനി, ദശരഥം, നാട്ടുരാജാവ്, വടക്കുന്നാഥൻ, കിഴക്കുടരും പക്ഷി, ഒപ്പം അങ്ങനെ ഒരു ഇസൈനസ് അബ്ദുള്ള, ഇതിലെയൊക്കെ കഥാപാത്രങ്ങളെല്ലാം നമുക്കിപ്പോൾ ഓർമ്മയുണ്ട്. വിയറ്റ്നാം കോളനിയിലെ ആ അമ്മ, മോഹൻലാലിന്റെ അമ്മയെ വിഷമിപ്പിക്കാതെ ജോലിക്ക് പോകേണ്ടി വരുന്ന മോഹൻലാലിന്റെ കഥാപാത്രം, അതിനുവേണ്ടി അവരുടെ ആ ഒരു അവർക്കിടയിലുള്ള ഒരു അമ്മ മകനുള്ള ഒരു ആത്മബന്ധം, ഒപ്പം കിരീടത്തിലെ ആ അമ്മ, ഇതെല്ലാം ഒരിക്കലും മോഹൻലാൽ അതിനപ്പുറത്തേക്ക് ഒരു സിനിമയിൽ തനിക്കൊപ്പം അഭിനയിച്ച ഒരു കഥാപാത്രം എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു സഹതാരം എന്നതിനപ്പുറത്തേക്ക് കവിയൂർ പൊന്നമ്മയുമായിട്ടുള്ള ആത്മബന്ധം അത് മോഹൻലാലിന് വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നത്, തുടങ്ങുന്നത് ഇപ്രകാരമാണ്: അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകളെന്നും ആ പോസ്റ്റ് അവസാനിക്കുമ്പോൾ വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാകുന്നില്ല. ഓർമ്മകളിൽ നിന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ അത്രമാത്രം അടുപ്പമുള്ള ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. ഒപ്പം മോഹൻലാൽ പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മ ചേച്ചിക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒന്നിച്ചുള്ളൊരു ചിത്രം, വളരെ അവരുടെ ആത്മബന്ധം അല്ലെങ്കിൽ അവരുടെ സ്നേഹം എത്രമാത്രമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു മമ്മൂട്ടിയും ആ ഒരു വിയോഗ വാർത്തയോട് പ്രതികരിച്ചത്. അങ്ങനെ മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും, നസീർ മുതൽ സത്യൻ തുടങ്ങി അവസാനം മമ്മൂട്ടി, മോഹൻലാലൊക്കെ എത്തി നിൽക്കുന്ന അത്രയേറെ കഥാപാത്രങ്ങൾ അവർ ഒപ്പം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ബാബു ആന്റണി, ഉണ്ണികൃഷ്ണൻ, രഞ്ജി പണിക്കർ ഉൾപ്പെടെയുള്ളവരെല്ലാം, കിരീടം ഉണ്ണി ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ ഇവിടെ ബാബു ആന്റണി, ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ രണ്ടാമത്തെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 4 തവണ നേടിയ ഒരു നടി കൂടിയാണ്. 1971, 72, 73, 94 വർഷങ്ങളിൽ 4 തവണയാണ് രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കവിയൂർ പൊന്നമ്മ സ്വന്തമാക്കിയത്. അങ്ങനെ മലയാള സിനിമയിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ, നല്ലൊരു അമ്മ കഥാപാത്രങ്ങൾ നൽകിക്കൊണ്ട് വിട വാങ്ങിയിരിക്കുകയാണ് കവിയൂർ പൊന്നമ്മ. അവസാനമായി KPC ലളിതയെ കാണാൻ എത്തിയ ആ ഒരു ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിലുണ്ട്. അപ്പോഴും അവർ വളരെ അവശയായിരുന്നു. മക്കള് കൂടി കൊണ്ടുവരികയും പക്ഷെ അവസാനമായി KPC ലളിതയെ കാണണമെന്ന് വാശി പിടിച്ചു എന്ന് മക്കൾ തന്നെ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് KPC ലളിതയുടെ മൃതദേഹത്തിനടുകിൽ വന്നിരുന്ന് വിതുമ്പുന്ന, അങ്ങനെ ഒരു തലമുറ തന്നെ മലയാള സിനിമയിൽ നിന്നും മാഞ്ഞു പോകുന്നു എന്ന് വളരെ വേദനയോടുകൂടിയാണ് സിനിമാ പ്രേമികളായ നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നത്. കവിയൂർ പൊന്നമ്മ, ഇന്നസെന്റ്, അവിടെ പുരോഗമിക്കുകയാണ്. മലയാള സിനിമയുടെ അമ്മ നടിക്ക് കലാകേരളം വിട നൽകുകയാണ്. ADGPക്കെതിരെ PV അൻവർ ആരോപണം തുടരുകയാണ്. ADGP വൻ നികുതി വെട്ടിപ്പ് നടത്തി. അജിത് കുമാറിനെതിരെ തെളിവുണ്ട്. കവടിയാറിൽ സ്വന്തം പേരിൽ ഫ്ളാറ്റ് വാങ്ങി. ഫ്ളാറ്റ് വാങ്ങിയത് 2016-ൽ 33,80,000 രൂപയ്ക്ക് വാങ്ങിയ ഫ്ളാറ്റ് 65 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഈ പണം നൽകിയത് സോളാർ കേസിലെ പ്രതികളാണ് എന്നും ഗൗരവതരമായ ആരോപണം ADGP അജിത് കുമാറിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഒരു ഫ്ളാറ്റിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ എടുത്തിട്ടുള്ള ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ എടുക്കാം. അതിന്റെ ലിങ്ക് പേര് നൽകാൻ പോകുന്നുണ്ട്. ഇതില് 33,80,100 രൂപ ഇദ്ദേഹം പട്ടം SRO കവടിയാർ വില്ലേജ്, കവടിയാറാണ്, കവടിയാർ വില്ലേജിൽ അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങണം അദ്ദേഹത്തിന്റെ സ്വന്തം പേര്.
MR അജിത്കുമാർ, ഏജ് 47, വയസ്സ് മണക്കാട്, ഹൗസ് നമ്പർ PC 41/1489, 1489, പ്രൊഫഷൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, IGF പോലീസ്. ഇദ്ദേഹം ഇത് വാങ്ങുന്നത് 2016 ഫെബ്രുവരി 19 ആണ് ഈ വാങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ 2016 മെയ്യിലാണ് നമ്മുടെ ഇലക്ഷൻ നടക്കുന്നത്. അതിന് തൊട്ട് 2.5 മാസം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത്. പ്രോപ്പർട്ടി വാങ്ങിക്കൊണ്ട് അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് എങ്ങനെ വാങ്ങി വിറ്റു എന്നതാണ് ഇതിലെ നിങ്ങളെയല്ല ആരെയും അതിശയിപ്പിക്കുന്നത്. കാരണം ഇതിന്റെ വില അദ്ദേഹം വാങ്ങിയത് കാണിച്ച വില ഒഫീഷ്യലായി കാണിച്ചിട്ടുള്ള ഈ പറഞ്ഞ 33,80,000 വാങ്ങുന്നത് ഈ പറഞ്ഞ 2016 ഫെബ്രുവരി 19. ഇതേ വർഷം ഈ ഫെബ്രുവരി മാസം 10 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രോപ്പർട്ടി വിൽക്കുകയാണ് 29/2/2016. ഫെബ്രുവരി 19 വാങ്ങുന്നു, ഫെബ്രുവരി 29 വിൽക്കുന്നു. എത്രയൊക്കെ പറയുന്നത് 33,80,000 വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് 65 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടി വില. ഈ മാജിക്ക് എന്താണ് ഇനി വിജിലൻസ് അന്വേഷിക്കട്ടെ, പത്രക്കാരെ നിങ്ങൾ അന്വേഷിക്കും. ഈ ഫ്ലാറ്റിൽ ആരാ താമസിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കും. ഇതിന്റെ വാടക ആരാ വാങ്ങുന്നത് നിങ്ങൾ അന്വേഷിക്കും. റെക്കോർഡ് പ്രകാരം 32 ലക്ഷം രൂപക്ക് വാങ്ങിയ 33 ലക്ഷം രൂപക്ക് വാങ്ങിയ 33,80,000 വാങ്ങിയ ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞിട്ട് 68 ലക്ഷം രൂപക്ക് വിൽക്കുക എന്ന് പറഞ്ഞു. ADGPക്കെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് PV അൻവർ. ആരോപണങ്ങൾ തുടരുന്നു എന്ന് തന്നെ കരുതണം. ഒട്ടും പുറകോട്ടില്ല, നടപടിയെടുക്കാതെ ഒരു അല്പം പോലും പുറകോട്ട് മാറില്ല എന്ന് അൻവർ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമേറെ ഗൗരവതരമായി മാറുകയാണ്. ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. ഇന്ന് 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യമുണ്ടാകും. തൻ സ്ഥാനത്തിന് ഇത്രയും കാലം ADGPയെ സംരക്ഷിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതിൻ്റെ ഭാഗമായി തന്നെ ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നിർണായകമായ വാർത്താ സമ്മേളനം ആരംഭിക്കാൻ ഇനി 1.5 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഇടവേള. ഈ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് അവര് എന്റെ കാർഡിന്റെ വാലിഡിറ്റി കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് OTP നമ്പർ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് റിന്യൂ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ OTP നമ്പർ അയച്ചു കൊടുത്തു. എന്റെ 30,000 രൂപ അപ്പൊ തന്നെ പോയി. സാറേ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഈ OTP നമ്പർ ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. എവിടെ വർക്ക് ചെയ്യുന്നത് സാർ? കടവന്തറ SBI ബാങ്കിന്റെ മാനേജർ. കടവന്തറ SBI ബാങ്കിന്റെ മാനേജറാണ്. ഷിരൂരിൽ ദൗത്യം തുടരുകയാണ്. അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ തുടരുകയാണ്. KV ബൈജു അവിടെ തുടരുന്നുണ്ട്. നേരത്തെ അർജുൻ്റെ കുടുംബാംഗങ്ങളടക്കം അവിടെ എത്തിയിരുന്നു. ഈശ്വർ മൽപ്പയുടെ സാന്നിധ്യവും അവിടെയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ബൈജു, എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? രഞ്ജിത്തെ, അർജുനും ലോറിക്കുമായുള്ള തിരച്ചിൽ ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ കാര്യമായ ഒന്നും ലഭിച്ചിട്ടില്ല. ഇന്നലെ 1/2 മണിക്കൂർ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കിട്ടിയ കയറും അതുപോലെ തന്നെ ലോറിയുടെ ഒരു ലോഹഭാഗങ്ങളും ഒഴിച്ചാൽ ഇന്ന് കാര്യമായ തിരച്ചിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയം ആ ദൃശ്യങ്ങൾ കാണാം. ആ ഡ്രഡ്ജറിൽ നിന്നും ഇത്തരത്തിൽ JCB ഉപയോഗിച്ച് അടിയിൽ നിന്നുള്ള മണ്ണ് എടുത്ത് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ബോട്ട്, അതായത് വെസൽ ബോട്ട്, ആ വെസൽ ബോട്ടിലേക്ക് ആ മണ്ണ് മാറ്റുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വൈകിട്ട് 6 മണിവരെ ഈ തിരച്ചിൽ ഇത്തരത്തിൽ നീണ്ടു നിൽക്കും. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന്റെ സഹോദരി അഞ്ജു ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പ്രധാനമായും ഈ അർജുൻ അവസാനമായി ചെലവഴിച്ച ആ സ്ഥലം കാണുക എന്നതുകൊണ്ട് നേരത്തെ തന്നെ അവർ അത്തരത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും ഇത് അവസാനഘട്ട തെരച്ചിലാണ്, അതുകൊണ്ട് തന്നെ അവസാനമായി ആ സ്ഥലത്തെത്തുക എന്നുള്ള ഒരു ആവശ്യം
അദ്ദേഹം പരിഗണിച്ചാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നത്. 3 ദിവസത്തെ തെരച്ചിലാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഉള്ളതെങ്കിലും അത് ഏതെങ്കിലും തരത്തിൽ ഇത് നീണ്ടുപോയേക്കാം. ഒരു 10 ദിവസം വരെ അവസാനമായി തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുകയായിരിക്കും പ്രധാനമായും ലക്ഷ്യം. ആ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. താഴെ നിന്നും ഉള്ള മണ്ണ് എടുത്ത് തൊട്ട് അടുത്ത് വെസൽ ബോട്ടിലേക്ക് അത് മാറ്റുന്ന ആ നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ ഒരു തെരച്ചിൽ സമീപത്തായി തന്നെ നടക്കുന്നുണ്ട്. 2 തെരച്ചിൽ, അതായത് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കിക്കൊണ്ടുള്ള തെരച്ചിൽ, അതിനൊപ്പം തന്നെ ഈശ്വർ മൽപ്പ ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് എത്തി ഏതെങ്കിലും തരത്തിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുന്നുണ്ടോ എന്നൊരു പരിശോധന. എന്തായാലും വളരെ വേഗം തന്നെ അർജുന്റെ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഡ്രഡ്ജർ കമ്പനി അധികൃതരും ഒപ്പം ജില്ലാ ഭരണകൂടവും പങ്കുവെക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. ഈ ലോറി കൃത്യമായി സോണാർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആ ലോറിക്ക് മുകളിലായി വലിയ തോതിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡ്രഡ്ജർ കൊണ്ടുവന്നുള്ള ഒരു തെരച്ചിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഏറ്റവും അവസാനമായി അത്തരത്തിലുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് വന്നത്. 1 കോടിയോളം രൂപ ചിലവഴിച്ചാണ് ഈ ഡ്രഡ്ജർ ഇത്തരത്തിലുള്ള ഒരു തെരച്ചിലിന് എത്തിച്ചതെന്നും ഏറ്റവും ശ്രദ്ധേയമാണ്. ഏതായാലും 2 മാസം കഴിഞ്ഞിരിക്കുന്നു അർജുൻ കാണാമറയത്തായിട്ട്. അതുമാത്രമല്ല കന്നഡികരായ 2 പേർ കൂടിയുണ്ട്, ലോകേഷും ജഗന്നാഥും. അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. ബൈജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് പോകണം. അതിനു മുൻപ് കവിയൂർ പൊന്നമ്മയെ അവസാനമായി കാണാൻ നടൻ മമ്മൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹമാണ്. നടൻ മമ്മൂട്ടി അവിടേക്കെത്തി കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ദൃശ്യങ്ങളിൽ ഇത് വളരെ വ്യക്തമായി നമുക്ക് അല്പസമയത്തിനകം കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. അനവധി താരങ്ങൾ അവിടെ കവിയൂർ പൊന്നമ്മയ്ക്ക് അവസാനമായി കാണാനായി എത്തിച്ചേരുന്നുണ്ട്. സൂപ്പർ താരം മമ്മൂട്ടിയാണ് അവിടെ എത്തി ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്. ഇന്നലെയാണ് മലയാളത്തിൻ്റെ മഹാനടി വിടവാങ്ങിയത്. ഒരുപാട് അനശ്വര കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന, മലയാള സിനിമയുടെ ഐശ്വര്യമായിരുന്ന കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എന്ന വാർത്ത ഇന്നലെയാണ് മലയാളികൾ ഞെട്ടലോടെ കേട്ടത്. അതിനുശേഷം ലിസി ആശുപത്രിയിലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ലിസി ആശുപത്രിയുടെ നവമി ദിനേശ് നമ്മോടൊപ്പം തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നവമി, ഒരുപാട് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ട്, പലരും പൊട്ടിക്കരയുന്നുണ്ട്. എന്താണ് അവിടുത്തെ, എത്ര സമയം അവിടെ ഉണ്ടാകും, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? നടൻ മമ്മൂട്ടിയുടെ ദൃശ്യങ്ങൾ കാണാം. കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നടൻ മമ്മൂട്ടി അവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രി പി രാജീവ് അവിടെയുണ്ട്, രഞ്ജി പണിക്കരുണ്ട്, രമേശ് പിഷാരടി അവിടെയുണ്ട്. ബി ഉണ്ണികൃഷ്ണനും ബാദുഷയും ചേർന്ന് ഈ ചടങ്ങുകൾ, ഈ പൊതുദർശനത്തിനടക്കം ക്രമീകരണങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം.
തിരക്ക് ഓരോ നിമിഷവും വർദ്ധിച്ചു വരികയാണ്. സ്വാഭാവികമായും അതനുസരിച്ചാകും ഇനി കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നവമി, മമ്മൂട്ടിയെ കണ്ടു, മമ്മൂട്ടി ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, നടൻ മമ്മൂട്ടി അല്പസമയത്തിന് മുൻപാണ് ഇവിടെ എത്തുകയും കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുകയും ചെയ്തത്. മോഹൻലാൽ കൂടി ഉടനെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മമ്മൂട്ടിക്കൊപ്പം നടൻ രമേശ് പിഷാരടിയും ഉണ്ട്. അങ്ങനെ മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ താരങ്ങളും തന്നെ അവരുടെ അമ്മയെ കാണാൻ അവസാനമായി കാണുന്നതിന് വേണ്ടിയും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ബി ഉണ്ണികൃഷ്ണനും സുരേഷ് കൃഷ്ണയും ഒപ്പം വിനീത് അടക്കമുള്ള എല്ലാ താരങ്ങളും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മലയാള സിനിമയിലെ ഒരു പിടി നല്ല അമ്മ കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് കവിയൂർ പൊന്നമ്മ വിട വാങ്ങുന്നത്. ആ പുഞ്ചിരിയും ആ സൗമ്യതയുള്ള സംസാരവും ഒക്കെ ഇപ്പോഴും മലയാളികളുടെ മനസ്സിലുണ്ട്. കിരീടവും മിസ് അബ്ദുള്ളയും പോലുള്ള നല്ല കഥാപാത്രങ്ങൾ, അതിലെ അമ്മ കഥാപാത്രം, ആ ഒരു വ്യക്തിത്വം ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു കവിയൂർ പൊന്നമ്മ വിട വാങ്ങുമ്പോൾ അങ്ങനെ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ ചെയ്ത നല്ലൊരു വ്യക്തിത്വം കൂടിയാണ് മാറുന്നത്. മമ്മൂട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. മമ്മൂട്ടി, ബി ഉണ്ണികൃഷ്ണൻ, കുഞ്ചൻ, നടൻ കുഞ്ചൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ടൗൺ ഹാളിൽ 9 മണിക്ക് തുടങ്ങിയ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ ഇനി ആളുകൾ വരുന്നത് കൂടിയാൽ ഇനി പൊതുദർശനം അല്പസമയം കൂടി നീളും എന്നുകൂടി ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ രാവിലെ ഇവിടെ എത്തുകയും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ അടക്കമുള്ളവർ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മന്ത്രി പി രാജീവ് എത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടാണ് മടങ്ങിയത്. ഹൈബി ഈഡൻ MP ഒപ്പം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഉടൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയാനും സാധിക്കുന്നുണ്ട്. നടൻ ബാലചന്ദ്ര മേനോനും ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ അദ്ദേഹത്തെ ഈ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവിടെ കാണുന്നത്. ബാലചന്ദ്ര മേനോനോടൊപ്പം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത അമ്മ കൂടിയാണ്. അങ്ങനെ മലയാള സിനിമയിൽ ആർക്കും തന്നെ ഇന്നത്തെ ദിവസം ഇവിടേക്ക് വരാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം ആത്മബന്ധമുള്ള, അത്രമാത്രം അടുപ്പമുള്ള, സ്നേഹമുള്ള ഒരു വ്യക്തിത്വം, ഒരു അമ്മ കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. അമ്മ കഥാപാത്രങ്ങൾ ചെയ്യാൻ എത്ര പേര് ഇങ്ങനെ ഒരു അമ്മ കഥാപാത്രങ്ങൾ നിരന്തരം ചെയ്യും, അല്ലെങ്കിൽ സ്ഥിരമായി സിനിമയിൽ അമ്മ കഥാപാത്രം മാത്രം ചെയ്യുന്ന എത്ര താരങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അത് കവിയൂർ പൊന്നമ്മയോ അല്ലെങ്കിൽ ഒരു സുകുമാരിയോ അതിനപ്പുറത്തേക്ക്, ഒരു KPCയിൽ എന്നതിനപ്പുറത്തേക്ക് പിന്നെ ഒരു പേര് ഉണ്ടാകില്ല. കാരണം അത്രമാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. ഇന്നത്തെ തലമുറ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഇനി ചെയ്യില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെയാണ് കവിയൂർ പൊന്നമ്മയെ പോലുള്ള മഹാനടിമാർ, അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, മഹാനടിമാർ ഈ അമ്മ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും അവർക്ക് കൊടുക്കുന്ന കഥാപാത്രങ്ങളെ വളരെ മനോഹരമായി അത് തിരശീലയ്ക്ക് മുന്നിൽ എത്തിക്കുന്നതിലൊക്കെ വലിയ വിജയം നേടിയ ഒരു നടി കൂടിയാണ്. അങ്ങനെ കവിയൂർ പൊന്നമ്മ വിടവാങ്ങുമ്പോൾ മലയാള സിനിമയിൽ ഒരു വലിയ ശൂന്യത കൂടിയാണ് ബാക്കിയാകുന്നത്. ഇനി ഇതുപോലെ അമ്മ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇനി ആരുണ്ടാകുമെന്ന ചോദ്യം കൂടിയാണ് ഇതിലൂടെ ബാക്കിയാകുന്നത്. രഞ്ജിത്ത്, കവിയൂർ പൊന്നമ്മയ്ക്ക് കലാകേരളം വിട നൽകുകയാണ്. മലയാളത്തിൻ്റെ പ്രമുഖ നടന്മാരൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ പലരെയും കാണാം. അത്രയധികം മലയാള സിനിമയിൽ നിറഞ്ഞാടിയ ഒരാൾ കൂടിയാണ് കവിയൂർ പൊന്നമ്മ. കാരണം നേരത്തെ പറഞ്ഞ സത്യൻ മുതൽ ഇങ്ങോട്ട് മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാരുടെയൊക്കെ അമ്മയായി അഭിനയിച്ച ഒരു നടി കൂടിയാണ്. അവർ ഈ പ്രായം നോക്കാതെയായിരുന്നു പല സമയത്തും. അവരുടെ ചെറുപ്പസമയത്ത് അവരെക്കാൾ എത്രയോ വയസ്സ് പ്രായമുണ്ടായിരുന്ന സത്യൻ്റെയൊക്കെ അമ്മയായി അഭിനയിച്ചിട്ടുണ്ട്. സത്യന്, നസീർ, ബാലചന്ദ്ര മേനോൻ, അങ്ങനെ നോക്കിയാൽ ഏറ്റവും മോഹൻലാൽ, ഏറ്റവും ഒടുവിൽ മലയാളത്തിലെ ഏറ്റവും പുതിയ ന്യൂ ജനറേഷൻ നടന്മാർ. അങ്ങനെ മലയാള സിനിമയിൽ അമ്മ കഥാപാത്രമെന്നാൽ അതിൻ്റെ പര്യായം കവിയൂർ പൊന്നമ്മ തന്നെയായിരുന്നു. അവർ ചെയ്തു വെച്ചുപോയ എത്രയോ കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞാടുന്നു. അവർ അർത്ഥവത്താക്കിയ എത്രയോ സിനിമകൾ, എത്രയോ കുടുംബപുരാണം പോലെയുള്ള, സന്ദേശം പോലെയുള്ള,
മോഹൻലാലിനൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ ഒക്കെ അതിനോട് ചേർത്ത് നമ്മൾ വെക്കണം. അത്രയധികം നമ്മൾ കവിയൂർ പൊന്നമ്മയെ എന്നും ഓർത്തിരിക്കും. ഒരുപാട് കഥാപാത്രങ്ങൾ അവരുടെ ചുവട് പിടിച്ച് അതിനുശേഷമായിരുന്നു ഒരു പക്ഷേ കവിയൂർ പൊന്നമ്മയുടെ അമ്മവേഷങ്ങൾക്ക് ചുവട് പിടിച്ചായിരുന്നു മറ്റ് പല അമ്മവേഷങ്ങളും എന്നുകൂടി ചേർത്ത് വായിക്കണം. അത്രത്തോളം വലിയൊരു നഷ്ടമാണ് കലാകേരളത്തിന്, മലയാള സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി മലയാള സിനിമയുടെ പരിച്ഛേദം തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. മമ്മൂട്ടി വന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. മോഹൻലാലിനെയും അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നുണ്ട്. നവമി ദിനേശ് തുടരും. നവമി 4 മണി വരെയെങ്കിലും പൊതുദർശനം ഉണ്ടാകുമോ? ഇപ്പോൾ എന്താണ് ഇത് സംഘാടകരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം? രഞ്ജിത്ത്, എന്തായാലും ആളുകൾ വരുന്നത് ഇവിടേക്ക് കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആളുകൾ വരുന്നത് നീണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഈ പൊതുദർശനം അല്പസമയം കൂടി നീട്ടാൻ തന്നെയാണ് കുടുംബാംഗങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവസാനമായി അവർക്ക് അമ്മയെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാമെന്ന് തന്നെയാണ് കുടുംബാംഗങ്ങളും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 3 മണിവരെയെങ്കിലും ഇവിടെ പൊതുദർശനം തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ 11 മണിവരെയാണ് സംസ്കാര പൊതുദർശന ചടങ്ങുകൾ എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഈ ടൗൺ ഹാളിൽ 9 മണി മുതൽ 11 മണിവരെയാണ് പൊതുദർശനം ആളുകൾക്ക് സഹപ്രവർത്തകർക്കൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ അത് നീളാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അല്പസമയം കൂടി ഇത് പൊതുദർശനം നീളാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സംസ്കാരത്തിനായി ആലുവയിലെ ശ്രീപദം വീട്ടിലേക്ക് കൊണ്ടുപോവുക. ബന്ധുക്കളും സഹപ്രവർത്തകരും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മമ്മൂട്ടിയും ബാലചന്ദ്ര മേനോനും രഞ്ജി പണിക്കരും കുഞ്ചനും ഒക്കെ എത്തിയിട്ടുണ്ട്. ഒപ്പം MP ഹൈബിയുടൻ, മന്ത്രി P രാജീവ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് അടക്കമുള്ളവരും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം മോഹൻലാൽ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹവും ഉടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5:30 കൂടിയായിരുന്നു എറണാകുളത്തെ ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. കുറച്ചധികം ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അതിന്റെ 4ാമത്തെ സ്റ്റേജിലാണ് അത് തിരിച്ചറിഞ്ഞത്. ആ സമയമായപ്പോഴേക്കും ചികിത്സിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് രോഗം അവരെ ഏറെ ബാധിച്ചിരുന്നു. ശാരീരിക വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ, ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് മറവി രോഗം കൂടി പിടിപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്നലെ വൈകുന്നേരം 5:33 മരണം സ്ഥിരീകരിക്കുന്നത്. ഉടൻ തന്നെ നിർമ്മാതാവ് ബാദുഷയും ഒപ്പം സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. ആശുപത്രിയിലും ഒരു പൊതുദർശനം ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു സുരേഷ് ഗോപി MP-യും നടൻ ദിലീപും ഒപ്പം മറ്റ് യുവതാരങ്ങളും ഒക്കെ അവിടെ എത്തിയിരുന്നു. ഇന്നലെ തന്നെ കവിയൂർ പൊന്നമ്മയ്ക്ക് അവർ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനായി അവിടേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയും ലിസി ആശുപത്രിയിൽ ഒരു പൊതുദർശനം ഉണ്ടായിരുന്നു അവിടെയുള്ള ആളുകൾക്ക് കാണുന്നതിനു വേണ്ടി. അതിനുശേഷമാണ് ഇവിടേക്ക് 9 മണിയോടുകൂടി ടൗൺ ഹാളിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും 9 മണി മുതൽ തന്നെ കവിയൂർ പൊന്നമ്മയെ അവസാനമായി കാണാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനു വേണ്ടി എല്ലാവരും തന്നെ ടൗൺ ഹാളിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിലുള്ള താരങ്ങളെല്ലാം, അത് പഴയ തലമുറയിലെയും പുതിയ തലമുറയിലും താരങ്ങൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് അവസാനമായി കവിയൂർ പൊന്നമ്മയോടൊപ്പം ഇരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. മമ്മൂട്ടി എത്തിയിട്ടുണ്ട്. മമ്മൂട്ടി, മന്ത്രി P രാജീവ്, കുഞ്ചൻ, ബാലചന്ദ്ര മേനോൻ, ബി ഉണ്ണികൃഷ്ണൻ, രഞ്ജി പണിക്കർ ഉൾപ്പെടെ ഉള്ള പ്രധാനപ്പെട്ട ആളുകളും ഒപ്പം പുതിയ തലമുറയിലെ സരയു, അനന്യ, വിനു മോഹൻ, ടിനി ടോം ഉൾപ്പെടെയുള്ളവരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവരിവിടെ എത്തുകയും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കവിയൂർ പൊന്നമ്മ എന്ന് പറയുമ്പോൾ നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ പോകണം. ഒപ്പം നിരവധി വാർത്തകളും പ്രേക്ഷകർക്കായി നൽകാനുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരും. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ന്യൂസ് ട്രെൻഡ്സ് ഉടൻ ആരംഭിക്കും.